ഹലോ ഗായ്സ്, അപ്പം നമ്മളൊന്ന് ഗുരുവായൂർക്ക് പോകുമായിരുന്നു കേട്ടോ. കുറച്ചായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ നമ്മുടെ പട്ടാമ്പി പാലത്തിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ രാവിലെ ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളൊരു 11 മണിയൊക്കെ ആകുമ്പോഴേക്കും അവിടെ എത്തും. ഒരു 1-2 വർഷമൊക്കെ ആയിരുന്നു പോയിട്ട്. പിന്നെ സ്കൂളൊക്കെ തുറന്നാൽ നമുക്ക് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ പെട്ടെന്ന് എടുത്തൊരു തീരുമാനമായിരുന്നു. അങ്ങനെ ഇതാ ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ ഞങ്ങൾ അമ്പലത്തിലെത്തി. അപ്പോൾ അമ്പലത്തിൽ കയറുന്ന 2 സൈഡിലായിട്ട് കുറേ ഷോപ്പുകളുണ്ട് കേട്ടോ. ഫാൻസി ആയാലും ഫുഡ് ഐറ്റംസൊക്കെ ആയിട്ട് കുറേ ഷോപ്പുണ്ട്. നമ്മൾ ഫസ്റ്റ് അതിൽ നിന്നാണ് പോയത്. അപ്പോൾ അതൊക്കെ കുറേ കണ്ണൻ്റെ വിഗ്രഹങ്ങളുണ്ടായിരുന്നു കേട്ടോ. അതിൽ ഞാനൊരു ഊഞ്ഞാലാടുന്നൊരു കൃഷ്ണൻ്റെ വിഗ്രഹം ഇരിക്കുന്നുണ്ട്. അതിന് ഒന്ന് എടുത്തു കേട്ടോ, കാറിൽ വെക്കാൻ വേണ്ടിയിട്ട്. എനിക്കെല്ലാം എടുക്കാൻ തോന്നി. പിന്നെ ഇതാ ഒരു മയിൽപ്പീലിയൊക്കെ എടുത്തു ഞാൻ ഒരു കൗതുകത്തിന് വേണ്ടി. പിന്നെ ഇതാ ഒരുപാട് വിഗ്രഹങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ചെറിയ നെറ്റിപ്പട്ടമുണ്ട്, വലിയ നെറ്റിപ്പട്ടുണ്ട്, പിന്നെ കുറേ വിഗ്രഹങ്ങളുണ്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ നോക്കുമ്പോഴേ ഭയങ്കര രസമായിരുന്നു. പിന്നെ കുറേ ഫാൻസി ഐറ്റങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ഞാനും ഫാൻസി ഒന്നും മേടിച്ചില്ല അവിടുന്ന്. എന്തോ ഞാൻ പ്രിയങ്ക ഫാൻസിന്ന് മേടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ പിന്നെ ഫുഡ് ഐറ്റംസും ഉണ്ട് കേട്ടോ. അപ്പോൾ ചുവന്ന പപ്പടം ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ വെറൈറ്റി സാധനങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ട്. പിന്നെ നമ്മൾ നേരെ പോകാൻ വെച്ചത് മഞ്ചളാലിൻ്റെ അവിടെയാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ഗുരുവായൂർ കേശവൻ്റെ പ്രതിമയൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ നടക്കുക ചെയ്തു കേട്ടോ. കാർ പാർക്കിംഗ് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ നടക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മുടെ പ്രിയങ്ക ഫാൻസിക്ക് പോണ വഴിയാണ് കേട്ടോ. നമ്മുടെ മഞ്ജുളാലുണ്ടല്ലോ, അതിൻ്റെ തൊട്ട് ഒരു സൈഡിലാണ് ഈ ഫാൻസി വന്നിട്ട്. ഞാൻ ഇൻസ്റ്റഗ്രാമിലൊക്കെ കുറേ കണ്ടിട്ടുണ്ട്. അങ്ങനെ കയറിയതാണ്. തിരക്ക് എന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നോ, നല്ല തിരക്കുണ്ടായിരുന്നു. വീഡിയോയിൽ നിങ്ങൾക്ക് തിരക്കത്ര കാണാൻ പറ്റില്ല, പക്ഷെ നല്ല തിരക്കുണ്ടായിരുന്നു. ഇത്രയും തിരക്കുള്ളൊരു ഫാൻസി ഞാനവിടെ കണ്ടിട്ടില്ല. നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. നെയിൽ പോളിഷൊക്കെ നിങ്ങൾ കിടക്കുന്നൊക്കെ ഞാൻ എല്ലാം വാരി ഓടിയാലോ എന്ന് വിചാരിച്ചു. എനിക്ക് ഇതിൻ്റെ അകത്ത് കയറിയപ്പോൾ മറ്റേ ബിന്ദു പണിക്കരുടെ സിനിമയുടെ അവസ്ഥ ഉണ്ടല്ലോ, അതായിരുന്നു. നല്ല കളക്ഷൻ ഉണ്ട്. ഇപ്പോൾ അത് മാലയായാലും വളയായാലും നെയിൽ പോളിഷൊക്കെ നിങ്ങൾ കിടക്കുന്ന കണ്ടില്ലേ. അപ്പോൾ ഭയങ്കര കൺഫ്യൂഷനായിപ്പോയി ഏതെടുക്കണം എന്നറിയാതെ. ഞാൻ ആക്ച്വലി ഒരു 1.5 മണിക്കൂർ ഇതിൻ്റെ അകത്ത് സ്പെൻഡ് ചെയ്തു കിട്ടും. പിന്നെ ടൈമില്ലാത്തതുകൊണ്ട് 2-3 സെക്ഷൻ ഉണ്ട്. കുപ്പിവളയൊക്കെ നല്ല ഭംഗിയുള്ള സെലക്ഷനായിരുന്നു. പക്ഷേ എനിക്ക് ടൈമില്ലാത്തതുകൊണ്ട് ഞാൻ അതൊന്നും എടുത്തില്ല. ഞാൻ പറഞ്ഞില്ല 1.5 മണിക്കൂർ ഇതിൻ്റെ അകത്ത് പോയിന്ന്. അപ്പോൾ ആൾക്കാരൊക്കെ എന്തൊക്കെ എടുക്കണം എന്നറിയില്ല, അങ്ങനത്തെ ഒരവസ്ഥയാണ് എല്ലാവരുടെയും. പിന്നെ ഞാൻ വന്നിട്ട് കുറച്ചായിട്ട്, പക്ഷേ വീഡിയോ ഇപ്പോഴാണ് എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടുന്നത്. ഗുരുവായൂർ പോയിട്ട് കുറച്ചായി. അപ്പോൾ അത് കുപ്പിവള കാണില്ല, ഇങ്ങനെ പരന്ന് കിടക്കും. ഒരു ഫ്ലോറ് മൊത്തം കുപ്പിവളയുണ്ട്. പക്ഷേ എനിക്ക് ഞാൻ പറഞ്ഞില്ല, ഞാൻ മേടിച്ചില്ല. നിങ്ങൾക്ക് എന്തായാലും ഗുരുവായൂർ പോവുകയാണെങ്കിൽ എന്തായാലും വിസിറ്റ് ചെയ്യണം കേട്ടോ. നല്ലൊരു ഷോപ്പാണ്, നല്ല കളക്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് വേണ്ട A to Z എല്ലാ കാര്യങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഗുരുവായൂർ പോവുകയാണെന്നുണ്ടെങ്കിൽ മഞ്ജുളാലിൻ്റെ അടുത്തുള്ള പ്രിയങ്ക ഫാൻസി കയറി നോക്കുക. നല്ല സെലക്ഷൻ ഉണ്ട്. എന്തായാലും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അവിടുന്ന് മേടിക്കാതെ ഇറങ്ങാനൊന്നും പറ്റില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് വിസിറ്റ് ചെയ്യാം കേട്ടോ.